Assalamualaikum. Welcome back to day 7 of our 50 days of weight loss journey. Almost half the weight 15 ആയിക്കോളും നമ്മൾ. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വെയിറ്റ് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 1.4 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ് വെയിറ്റ് വന്നിട്ട് 59.8 or 59.9 എന്തോ ആയിരുന്നു. എന്തായാലും 1 കിലോൻ്റെ മേലെ കുറഞ്ഞിട്ടുണ്ട് 1 വീക്ക് കൊണ്ട്. അതും നമ്മളെ ക്രേവിങ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടാൻ മേ ബി 1 ദിവസം 2 ദിവസം ഡിലേ ആവും. കാരണം നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം 1-2 ദിവസത്തെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ ഡേ 5 ആണ് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം നടക്കുകയാണ്. അങ്ങനെ രാവിലത്തെ നടത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ചെടികളൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഉമ്മയുടെ കയ്യിൽ ഒരുപാട് ചെടിയുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പുതിയ പ്ലാന്റ് വാങ്ങിച്ചതാണ്. ഇത് വേറെ പോട്ടിലൊന്നും വെച്ചിട്ടില്ല. വന്നിട്ട് ഇങ്ങനെ മതിലുമ്മലൂടെ എങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെ മതിലുമ്മലൂടെ എങ്ങനെയുണ്ട് കേട്ടോ. ഇനിയാണ് നല്ല ഭംഗിയുള്ള ഭാഗം. 2 സൈഡും ഫുള്ളായിട്ട് ചെടികളാണ്. ഇവിടെ കണ്ടോ 2 സ്റ്റാൻഡൊക്കെ വെച്ചിട്ട് അടിയിലും മുകളിലുമായിട്ട് ചെടികൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ തന്നെ 2 സ്റ്റാൻഡ് വെച്ചിട്ട് അങ്ങനെ 3 സെറ്റ് 2 സ്റ്റാൻഡ് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 6 സ്റ്റാൻഡ് വെച്ചിട്ട് 2 റോ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു സൈഡും നല്ല ഭംഗിയുള്ള ചെടികളുണ്ട്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇനി സിറ്റ് ഔട്ടിലൊക്കെ ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞ് പോട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയും പിന്നെ ഇവിടെയൊക്കെ ചെടിയാണ്. ഇനി ഇതാ ഇവിടെയൊക്കെ ചെടിയുണ്ട് കേട്ടോ. ചെടി വെക്കാറുണ്ട്, പക്ഷെ ഉള്ളിൽ വെക്കുമ്പോൾ അത് നേരമ്പോൾ നിൽക്കാനായിട്ടുള്ള അതിൽ പോയിട്ട് ഇതായിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെച്ചതാണ്. ഇനി ആ സൈഡിലും ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ചെടികളിങ്ങനെ കാണാൻ. ഇതൊന്നും ആക്ച്വലി വെറുതെ ഉണ്ടാവുന്നതല്ല. ഇതാ ഒരു യെല്ലോ റോസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കുറേ റോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുണ്ടായത് പോവുകയാണ് കേട്ടോ. കുറേ റോസ് ഉണ്ടായിരുന്നു. ഞാൻ പൂവുണ്ടാവുന്ന ടൈമിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ആവശ്യത്തിനൊക്കെ വാങ്ങുന്ന ടൈപ്പ് ജമന്തി ഉണ്ട്. നല്ല ഭംഗിയാണ്. പിന്നെന്തോ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല പോസിറ്റീവ് എനർജി. അപ്പോൾ നിങ്ങൾക്കും കൂടി ആ പോസിറ്റീവ് എനർജി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഇവിടെയെല്ലാം ഇമ്മ മാത്രമാണ് കേട്ടോ നോക്കണത്. ഇത് ആക്ച്വലി ഇത് വെറുതെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അത്യാവശ്യം നല്ലപോലെ അമ്മ മെനക്കിടുന്നുണ്ട്. ഇത് വന്നിട്ട് ഇതിന് നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുറേ പച്ചക്കറീൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊരു ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. മുട്ടത്തോടൊക്കെ വെച്ചിട്ട് അതൊക്കെ പൊടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ചെടീനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളി. നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുമ്മലൊക്കെ നല്ല പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയത്. ഓട്സ് ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതാ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ച ഓട്സ് ആണ് ഇത്. ഇതിൻ്റെ ഈ വെള്ളം ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതാ ചെറുപയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓവനായിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചെറുപയർ നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊന്നും പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. രണ്ടും ഒരേ റേഷ്യോയിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എത്ര കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഇനി അതിലോട്ട് എൻ്റെ കയ്യിലുള്ള സവാള ഭയങ്കര കുഞ്ഞതായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ഹാഫ് വലുതാണെങ്കിൽ ഒരു ഹാഫൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യാൻ പോണത് ഇതാ പച്ചമുളകാണ്. ഒരു പച്ചമുളക് ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. ഇത് നല്ലപോലെ അരച്ചെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്.
ആയതുകൊണ്ട് തന്നെ കിച്ചൺ അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആണ്. കിച്ചൺ അത്ര നീറ്റൊന്നുമല്ല, കാരണം ഓരോന്നും ഓരോ ഗ്യാസിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഒരു ദോശ ഇതാ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നില്ല അലങ്ക കേട്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പ്രോട്ടീൻ ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതാ. ഇനി നെക്സ്റ്റ് ദോശ നമ്മളിവിടെ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ്റെ. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കണ ദോശ. അതും നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു ദോശക്കും കൂടിയുള്ള ബാറ്റർ ഉണ്ട്, അപ്പോൾ അതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓട്സ് ചെറുപയർ ദോശ. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് നോർമലി നമ്മൾ ദോശക്ക് ബാറ്റർ ഉണ്ടാക്കണ പോലെ ഉഴുന്നൊക്കെ അരച്ചിട്ട് തലേ ദിവസം ആക്കി വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ലൊരു ഡയറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് റെസിപ്പിയാണ്. നല്ല പ്രോട്ടീൻ ദോശയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ സൈഡായിട്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താണെന്നും പിന്നെ അതുപോലെ നിങ്ങളെ വെയിറ്റൊക്കെ നോക്കുക ഇന്ന് കേട്ടോ. ഇനി നമുക്ക് ബ്രഞ്ച് കഴിക്കുന്ന ടൈമിൽ കാണാം കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് 11 മണി 11:30 ആ ഒരു ടൈമാണ്. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സിനും ഡ്രിങ്കിനും പകരം ഇതാ കിയാറും 2 നെല്ലിക്കയും പിന്നെ കുറച്ച് മിൻറ്റ് ലീവ്സും വെച്ചിട്ടൊരു ജ്യൂസാണ് കേട്ടോ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മിൻറ്റ് ലീവ്സ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ കിയാറ് കുക്കുംബർ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കിയാർ ഇതാ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നെല്ലിക്ക കുരുല്ലാണ്ട് പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ കാട്ടിയാൽ തന്നെ ഇങ്ങനെ കിട്ടും. ഡയറ്റ് എടുക്കുന്ന പോലെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ 2 സാധനങ്ങളാണ് നെല്ലിക്കയും കിയാറും കുക്കുംബറും അങ്ങനത്തെ എല്ലാം. അപ്പോൾ ഇന്ന് ഒരു ഡ്രിങ്കാണ് 11 മണി ടൈമിൽ ആക്കിയെടുക്കാൻ പോണത്. ോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളം മതി. ഇനി കിയാറിന്നൊക്കെ ഓൾറെഡി വെള്ളം ഇറങ്ങും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്ന് ബ്രഞ്ചായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും എടുക്കണില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും 1-2 നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഇതൊരു എനർജിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് 1 മണിയായിട്ടുണ്ട്. ലഞ്ച് ടൈമാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചൊക്കെ എടുത്തത് ഹസ്ബൻഡ് വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴത്തേന് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഫ്രൈ ചെയ്ത ചിക്കൻ അല്ല. ഇത് ഒലിവ് ഓയിൽ ജസ്റ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ഒക്കെ ആക്കിയെടുക്കുന്ന ചിക്കനാണ്. കുറച്ചധികം ടൈം എടുത്തിട്ട് ഷാലോ ഫ്രൈ ആക്കി എടുത്തതാണ്. പിന്നെ ഇതാ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് പിസ്താഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് സോൾട്ടഡ് ആണ് കേട്ടോ. സോൾട്ടഡ് എടുക്കുകയാണെങ്കിൽ അതാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഞാൻ കഴിക്കണമൊന്നും കാണിക്കണില്ല, കാരണം അതിനെ പറ്റിയൊരു കോലത്തിലല്ല ഞാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് ഈവനിങ് സ്നാക്കിൻ്റെ ടൈമിൽ കാണാം കേട്ടോ. ടൈം ഒരു 4:30-5 മണിയായിട്ടുണ്ട്. ഞാൻ വീണ്ടും ഷാൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാണ് ഈവനിങ് ഞാൻ സ്നാക്കായിട്ട് എടുക്കുന്നത്, കാരണം എനിക്ക് വിശപ്പൊന്നുമില്ല. അപ്പം ഇന്ന് മോർണിംഗ് ഒരു ദോശയും പിന്നെ ഈവനിങ് ലഞ്ചിനായി ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഒരു വിശപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എടുക്കുന്നത്. ഇനി നൈറ്റിലൊരു സ്മൂത്തി റെഡിയാക്കാനാണ് പ്ലാന്. അപ്പോൾ റെഡിയാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. സ്മൂത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ആ ബ്ലെൻഡറിലോട്ട് കുറച്ച് അളവിൽ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തിക്നെസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഓട്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് ഞാൻ റോബസ്റ്റാണ് പഴമായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴം യൂസ് ചെയ്യാം. പിന്നെ നേന്ത്രപ്പഴം എടുക്കാതിരിക്കുന്നതാവും ബെറ്റർ. പിന്നെ ഈ റോബസ്റ്റിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പിളിൻ്റെ പകുതിയും പിന്നെ ഒരു റോബസ്റ്റും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ.
കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഭയങ്കര ലേറ്റായിട്ട് മതി എനിക്ക് ഇതുകൂടി എടുക്കേണ്ടത്, കാരണം ഇവിടെയൊക്കെ ക്ലീനാണ്. പിന്നെ അതിലോട്ട് കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പാൽ പകുതി വെള്ളം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ കുറച്ച് പാലിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പാൽ എടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഓൾറെഡി പാലിലും പഴത്തിലും ഒക്കെ മധുരം ഉണ്ടാവും. ഞാൻ എന്നാലും ഒരു ഡേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഡേറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ 2 ഡേറ്റ്സ് ആഡ് ചെയ്യുക. ഇനി ഹണി ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഹണി ഒന്നും ആഡ് ചെയ്യണില്ല. ഇനി ഇതാ ഗ്രീക്ക് യോഗേർട്ടാണ്. മിൽക്കി മിസ്റ്റിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീക്ക് യോഗേർട്ട് നോ ആഡഡ് ഷുഗറാണ്. ഫ്ലേവർ ഉള്ളതൊന്നും എടുക്കരുത്, കാരണം ഷുഗർ ഉണ്ടാവുകൊണ്ട് അതൊന്നും എടുക്കരുത്. അത് അത്യാവശ്യം നല്ലൊരു സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്മൂത്തി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നട്ട്സ്, സീഡ്സ്, ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഞാൻ പ്ലെയിൻ ആയിട്ടാണ് കുടിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു ആപ്പിൾ ബനാന ഓട്സ് സ്മൂത്തി ഉണ്ടാക്കിയപ്പോൾ അതിന് മുകളിൽ പംകിൻ, സൺഫ്ലവർ സീഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിയാ സീഡ് സോക്ക് ചെയ്തിട്ട് അതും നിങ്ങൾക്ക് ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യാതെ പ്ലെയിൻ ആയിട്ടാണ് ഇത് കുടിക്കാൻ പോണത്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരു ബൗളിലാക്കിയിട്ട് അതുമ്മേൽ ഫ്രൂട്ട്സ്, പിന്നെ ചിയാ സീഡ്, നട്ട്സൊക്കെ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതാ നമ്മൾ നൈറ്റിലെ ഫുഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നൈറ്റിൽ ഇന്ന് ഒരു സ്മൂത്തി ആയിരുന്നു, സിമ്പിൾ സ്മൂത്തിയാണ്. ഈ ബനാനൻ്റെ പകരം നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കുറേ അധികം ഫ്രൂട്ട് വെച്ചിട്ട് ഈ ബനാന റീപ്ലേസ് ചെയ്യുക. ആപ്പിൾ യൂസ് ചെയ്യുക, പിന്നെ സ്ട്രോബെറി, അങ്ങനെ ബെറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ബനാന റീപ്ലേസ് ചെയ്യുക. സിമ്പിളാണ്. പാലും കുറച്ച് യോഗട്ട് പിന്നെ ഏതെങ്കിലും ഫ്രൂട്ടും ഉണ്ടെങ്കിൽ കാര്യം സെറ്റാണ്. പിന്നെ സ്വീറ്റ്നെസ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഹണി ഓർ ഡേറ്റ്സ് എന്തെങ്കിലും ആഡ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഫ്രൂട്ടിൻ്റെയും പാലിൻ്റെയൊക്കെ മധുരം ഉണ്ടാവും, അപ്പോൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കണമെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഡേയും നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.